നമസ്കാരം. ശ്രീനി ആലക്കോട ഇങ്ങ് തേർത്തല്ലി ചെക്കിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഇവിടെ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് സമാപിക്കുകയാണ്. ഈ ചടങ്ങുകൾ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചന്ദ്രേട്ട 7 ദിവസമായിട്ട് നടക്കുകയാണ് അല്ലേ? ഇന്ന് സമാപിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നു. നല്ല ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചടങ്ങുകൾ അങ്ങോട്ടേക്ക് പോകാം അല്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് ഭഗവതി ക്ഷേത്രമാണ്. ഇപ്പോഴാണ് പുനഃപ്രതിഷ്ഠ. ഇന്ന് അടുത്ത ദിവസമായിരുന്നു 27-ാം തീയതി. 27/4/2025. 22-ാം തീയതി കലവറ നിറയ്ക്കലും വിഗ്രഹ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് 27 പ്രതിഷ്ഠാദിനം, 29-ന് ഭാഗവത സപ്താഹ സമാപനം. അപ്പോൾ സമാപനമാണ്. സമാപന ചടങ്ങുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തേർത്തല്ലി ശ്രീ ചെക്കിച്ചേരി ഭഗവതി ക്ഷേത്രം യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുകയാണ്. സമാപന ചടങ്ങുകൾ കഴിഞ്ഞ അവസാന ഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ മണികണ്ഠൻ തിരുമേനിയാണ് ഈ ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ ഇതിന് സപ്താഹ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. സപ്താഹ ചടങ്ങുകളുടെ സമാപന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണാവതാര പാരായണ സമയത്ത് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഭാഗവതം ഒരിക്കലും സമർപ്പിച്ചിട്ട് പോവണ്ട. വീണ്ടും ഭാഗവതം ആരംഭിക്കുന്നു എന്ന് വെച്ചാൽ ഒരു യജ്ഞം സമർപ്പിക്കല്ല, വീണ്ടും ഒരു യജ്ഞത്തിലൂടെയുള്ള സഞ്ചാരം. വലിയുള്ള ഓരോ ചുവടുവയ്പ്പും അടുത്തൊരു യജ്ഞത്തിലേക്കാവണം, യജ്ഞത്തിലൂടെയാവണം എന്ന് ഭാഗവതം നമ്മളോട് പറഞ്ഞു കേൾപ്പിക്കും. ആ പരമമായ അനുഗ്രഹത്തെ നമുക്കൊന്ന് നേടാം. ഭഗവാനെ ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എന്നിട്ടാണ് ഭാഗവതം ദീപാരാധനയോടുകൂടി മഹാരഥയോടുകൂടി കൃഷ്ണാവതാര പാരായണം ചെയ്യുന്ന സമയത്ത് ഭഗവാന് പുഷ്പാഭിഷേകം, അതിനുശേഷം പിന്നീട് ഭാഗവതാരതിയോടുകൂടി കർപ്പൂരാരാധന. അത് കഴിഞ്ഞാൽ ഔദ്യോഗികമായ ദക്ഷിണ എന്ന ചടങ്ങും, അതിനുശേഷം സംഘാടകർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ഔദ്യോഗികമായ ദക്ഷിണ എന്ന ചടങ്ങും ഓടുകൂടിയിട്ട് യജ്ഞം പരിപൂർണമായും സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ വരിവരിയായിട്ട് വന്ന് യജ്ഞപ്രസാദം വാങ്ങി അന്നദാനശാലയിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് മടങ്ങാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീശുഗോവാച അഥ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേ ദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമ പ്രജാഗരാ നദ്യപ്രസന്ന സലിലാഹൃദാജലരുവശ്രിയാ ദ്വിജാളീ കുലസംനാദാസ്തഭഗാവനരാജയ വവൗവായോ സുഖസ്പർശ പുണ്യഗന്ധവഹശുചി അഗ്നേശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ദതാം മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദ്വന്ദ്വപയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടവോ സിദ്ധചാരണ വിദ്യാധര്യശ്ച നൃദൂരപ്സരോപി സമന്തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം 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 ജലധരാ ജഗർജുരനുസാഗരം നിശീതേ തമ ഉദ്ബോധേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീരഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭ
ഭഗം മഹാർഗ വൈഡൂര്യ കിരീട കുണ്ടലത്യുഷാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ചി അങ്കണകങ്കണാദിപിർ വിരോചമാനം വസുദേവൈക്ഷതാം സവിസ്മയോത്ഫുല്ല വിലോചനോ ഹരിം സുതം വിലോക്യ ആനഗതുന്ദുവിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃശൻ മുദാ ദ്വിജേഭ്യോ യുധമാപ്ലുതോഗവാം അതൈനമസ്തുല്ലവതാര്യ പൂരുഷം പരം നദാംഗകൃതധീ കൃതാഞ്ജലി സുരോജിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീ പ്രഭാവവിൽ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം തവ ചരണയുഗം കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ശംഭോ ശരണം തവ ചരണയുഗം മൂഷികവാഹന മോദകഹർത്ത ശരണം മേ തവ ചരണയുഗം കാനനവാസ പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദന രാമ രാഘവ ശരണം മേ തവ ചരണയുഗം കഞ്ചനപുത്ര വായുകുമാര ശരണം മേ തവ ചരണയുഗം രാമ ശരണം തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം രാമ ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഭാഗവതം പരിപൂർണമായും സമർപ്പണ രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. 18,000 ശ്ലോകം പറ നിറയ്ക്കാനുള്ള ഒരു സൈഡിലേക്ക് നിന്ന് ഒരു ഭാഗത്തേക്ക് തന്നെ ഈ ഭാഗത്തേക്കൊന്ന് ഒതുങ്ങി നിൽക്കാവോ? ഒന്ന് ഒതുങ്ങി നിന്നാ മതി. ഒരു ഭാഗത്തേക്ക് പറ നിറയ്ക്കാനുള്ള ഒരു ഭാഗത്തുനിന്ന് വന്നിട്ട് നിറച്ചിട്ട് മഴ. ഭാഗവതം 18,000 ശ്ലോകം 335 അധ്യായം. ഇപ്പൊ വേണ്ട മതി. 18,000 ശ്ലോകം 335 അധ്യായം. അതുപോലെ 12 സ്കന്ധങ്ങളിലായി 10 ലക്ഷണങ്ങളോടുകൂടി എല്ലാ ലക്ഷണങ്ങളോടും ഒത്തിണങ്ങി ഭംഗിയായിട്ട് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനെല്ലാ അർത്ഥത്തിലും അനുഗ്രഹം ചൊരിഞ്ഞതായ ചകിച്ചേരി അമ്മയും വിഷ്ണുമൂർത്തി ഭഗവാനും ഗുരുവായൂരപ്പനും ഗുരുനാഥനും ആ പാദങ്ങളിലേക്ക് തന്നെ ഭാഗവതത്തെ നമുക്ക് സമർപ്പിക്കാം. ചകിച്ചേരി അമ്മയുടെയും വിഷ്ണുമൂർത്തി ഭഗവാന്റെയും പാദങ്ങളിലേക്ക്, ഗുരുനാഥന്റെയും ഗുരുവായൂരപ്പന്റെയും പാദങ്ങളിലേക്ക് ഭാഗവതത്തെ പാരായണ രൂപത്തിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റി. ആ സമർപ്പണത്തിലൂടെ പുണ്യത്തെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ വന്ന് വിളക്ക് കൊളുത്തി സപ്താഹയജ്ഞത്തിന് അനുമതി തന്നതായ തന്ത്രീശ്വരന്റെ പാദങ്ങളിലേക്ക് യജ്ഞപുണ്യത്തെ സമർപ്പിക്കാം.
അതുപോലെ ക്ഷേത്രത്തിൽ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായ അവിടെ പൂജാതി കാര്യങ്ങളും വിളക്കുവെപ്പും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള അധികാരികളായിട്ടുള്ള 2-3 പേരുണ്ട്. ചന്ദ്രചേട്ടനും ഷാജി ചേട്ടനും അതുപോലെ സുനിയേട്ടനും. അവർക്കും അവരുടെ പാദങ്ങളിലേക്കും ഈ യജ്ഞപുണ്യത്തെ സമർപ്പിച്ച് എല്ലാ അനുഗ്രഹവും ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുപരി ഇവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളായ ഓരോ ഭക്തജനങ്ങളുടെയും പാദങ്ങളിലേക്ക് യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. ആ അനുഗ്രഹം ഇനി എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ യജ്ഞത്തിന് വേണ്ടി സമർപ്പണാദി കാര്യങ്ങൾ, അന്നദാനം സമർപ്പിച്ചും ഓരോ ദിവസത്തെ ഓരോ നേരത്തെ പൂജകൾ സമർപ്പിച്ചും അരി സമർപ്പിച്ചും പലതരത്തിലുള്ളതായ സമർപ്പണങ്ങൾ അനവധി സജ്ജനങ്ങൾ ചെയ്തപ്പോഴാണ് ഇതൊരു യജ്ഞമായിട്ട് മാറിയത്. സമർപ്പണത്തിലൂടെയാണ് യജ്ഞമായിട്ടിത് മാറിയത്. അപ്പൊ സമർപ്പണാദി കാര്യങ്ങൾ വേണ്ടതുപോലെ ഭംഗിയാക്കി നമുക്ക് ഒരു യജ്ഞത്തിന് വേണ്ട എല്ലാ സമർപ്പണങ്ങളും ചെയ്തതായിട്ടുള്ള സജ്ജനങ്ങളായ ഭക്തജനങ്ങൾക്ക് അവരുടെ പാദങ്ങളിലേക്ക് യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. അതോടൊപ്പം യജ്ഞത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച അനവധി ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് പോലുമായിട്ടുള്ള പല തരത്തിലുള്ള ആളുകളുണ്ടാവും. അവരുടെ പാദങ്ങളിലേക്കും യജ്ഞപുണ്യത്തെ സമർപ്പിച്ചുകൊണ്ട് അവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഇരുന്ന് പറയുന്ന കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ശബ്ദം അനിവാര്യമാണ്. ശബ്ദം എന്നുള്ളത് ഭംഗിയായാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അത് ഭംഗിയായിട്ട് നമുക്കിവിടെ ഒരുക്കി തന്നതായ ലൈറ്റ് ആൻഡ് സൗണ്ടും അതുപോലെ തന്നെ പന്തലും ഒക്കെ നമുക്കിവിടെ ഒരുക്കി തന്നതായിട്ടുള്ള MM ഇവന്റ്സ് കരുവഞ്ചാലം, ആ സ്ഥാപനത്തിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ പ്രവർത്തകർക്കും അതിൻ്റെ ഉടമസ്ഥർക്കും ഒക്കെ ഈ യജ്ഞത്തിലൂടെ അതിൻ്റെ ഗുണമുണ്ടാവട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ യജ്ഞം സംഘടിപ്പിക്കുന്നത് കൊണ്ടാണ് അവരെ സംഘാടകര് എന്ന് വിളിച്ചത്. അതും ഭഗവാന്റെ തോന്നലുകളെ വേണ്ട രീതിയിൽ സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നവരെയാണ് ഭഗവാൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഘാടക സമിതിയായി കൊണ്ടുകൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സംഘാടക സമിതി, പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ലേ. അവരുടെ പ്രയത്നം അത് നമ്മളൊക്കെ എല്ലാവരും കണ്ടതാണ്. ഒരുപാട് കാലത്തെ പരിശ്രമമാണ് ഇതുപോലൊരു യജ്ഞം ഇവിടെ സംഘടിപ്പിക്കാനും അത് വേണ്ട രീതിയിൽ ഇവിടെ പൂർത്തീകരിക്കാനും പറ്റിയത്. ഈ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് അതിനൊക്കെ ഫലം ഉണ്ടാവുക. അവരുടെ ആ പ്രയത്നത്തിന് വെയിലും ചൂടും ഒന്നും വകവയ്ക്കേണ്ടവര് നാട്ടിൽ മുഴുവൻ എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്ക് ഈ യജ്ഞത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അത് അവരുടെ പ്രയത്നത്തിനും ഫലം കാണുന്ന ദിവസമാണ് ഇന്ന് സമർപ്പിക്കുമ്പോൾ. അതുകൊണ്ട് അവരുടെ സംഘാടകർ ഓരോരുത്തരുടെയും പാദങ്ങളിൽ യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാതൃസമിതി അംഗങ്ങൾ ഒരു യജ്ഞത്തിന് വേണ്ടി അവരകമഴിഞ്ഞ് പോയിട്ടേ ഇല്ല. ഇവിടെ രാവിലെ വന്നാൽ പിന്നെ പോകുന്നത് എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടേ അവർ പോകാറുള്ളൂ. ആ മാതൃസമിതി അംഗങ്ങളുടെ അതുപോലെ തന്നെ അമ്മമാരെ പോലെ ഞങ്ങളെയൊക്കെ അവരങ്ങനെയാണ് ഭക്ഷണമൊക്കെ വിളമ്പിത്തരുമ്പോൾ അമ്മമാരെങ്ങനെയാണോ വിളമ്പിത്തരുന്നത് അതുപോലെ അതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അതുപോലെ കൗണ്ടറിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തും ഒക്കെ മാതൃസമിതി അവരുടേതായ പ്രവർത്തനം ഭംഗിയായിട്ട് നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ഒരു കുറവുകളോ ബുദ്ധിമുട്ടുകളോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പൊ അവരുടെ ആ പ്രവർത്തനത്തിന് എല്ലാ അർത്ഥത്തിലും അവരുടെ ആ പ്രവർത്തനം എന്നും അവർക്ക് ഐശ്വര്യത്തിലുള്ള വകയാവട്ടെ. ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിച്ച പുണ്യത്തെ അവരുടെ പാദങ്ങളിലേക്കും സമർപ്പിക്കാം. അതുപോലെ ഇവിടെ ഇരുന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ വേണ്ട പോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാനായിട്ട്
ഭക്ഷണം ഒക്കെ നമുക്ക് വേണ്ടതുപോലെ സ്വാദിഷ്ടപരമായി ഭക്ഷണമൊക്കെ തയ്യാറാക്കി തന്നതായിട്ടുള്ള ബാലേട്ടനും അതുപോലെ കൂടെ ഈ സംഘാടക സമിതിയിലുള്ള ആൾക്കാർ തന്നെ അവിടെ അഹോരാത്രം മുഴുവൻ സമയത്തും അവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അകമഴിഞ്ഞുള്ള ആ ഒരു സേവനമാണ് ഭംഗിയായിട്ട് നമുക്ക് അത് വേണ്ടതുപോലെ ആക്കി തന്നത്. അപ്പം അതിനുള്ള ആ ബാലേട്ടനും അവിടെ യജ്ഞശാലയിൽ അതുപോലെ ആ അന്നദാനശാലയിൽ പ്രവർത്തിച്ചതായിട്ടുള്ള കൂടെയുള്ളവർക്കും എല്ലാം ഐശ്വര്യവും അത് വേണ്ട രീതിയിൽ വിളമ്പി കൊടുക്കാനായിട്ട് തയ്യാറായ ചെറുപ്പക്കാരായിട്ടുള്ളവരും അമ്മമാരും ഒക്കെ അവർക്കും എല്ലാ തരത്തിലുള്ളതായ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നിവേദ്യാദി കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ ആ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ നടത്തി തന്നതായിട്ടുള്ള ഷാജി ചേട്ടനും എല്ലാ ഐശ്വര്യവും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതേത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഓടി വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് രാജൻ ചേട്ടനുണ്ട്. ഇങ്ങനെ എല്ലാവരും യജ്ഞത്തിൻ്റെതായിട്ടുള്ള പല രീതികളിലും പല മേഖലകളിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. ആ സമർപ്പണാദി കാര്യങ്ങളും എല്ലാം വേണ്ടതുള്ള പ്രവർത്തനമാണ് ഒരു യജ്ഞം പരിപൂർണമാക്കി തീർക്കാനായിട്ട് പറ്റുക. അതിന് പാരായണാദി കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ധൈര്യപൂർവം ഏറ്റെടുത്തത് നമ്മൾ ഭാഗവത സരോവരം ഭാഗവത സത്സംഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള ഭാഗവത അംഗങ്ങളാണ്, ഭാഗവത കൂട്ടുകാരാണ്. അവരത് നടത്താം എന്ന ഒരു ഉറപ്പ് പറഞ്ഞപ്പോൾ ആ ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ യജ്ഞവും ഏറ്റെടുത്തത്. അത് വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് പാരായണാദി കാര്യങ്ങൾ ചെയ്ത നമ്മുടെ ഭാഗവത സരോവര അംഗങ്ങൾക്ക് ഓരോരുത്തരുടെ പാദങ്ങളിലും യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. അതോടൊപ്പം അവരോട് നന്ദി അറിയിക്കുകയാണ്. യജ്ഞം ഭംഗിയായിട്ട് നമുക്ക് സമയബന്ധിതമായി തീർക്കാനൊക്കെ പറ്റിയത് പാരായണമൊക്കെ വേണ്ടതുപോലെ ആയതുകൊണ്ടാണ്. അതിന് എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളെ വേണ്ട രീതിയിൽ നോക്കി നടത്തി പാരായണാദി കാര്യങ്ങൾ തീരാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വേണ്ട രീതിയിൽ പാരായണം ചെയ്ത് നമ്മുടെ കൂടെ അനുഗ്രഹമായിട്ട് വന്ന വിജയമ്മ ചേച്ചിയുണ്ട്. വിജയമ്മ ചേച്ചിയുടെ പാദങ്ങളിലേക്കും യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. എല്ലാ ഐശ്വര്യവും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പൂജാദി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കി നടത്താനും പാരായണാദി കാര്യങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ശ്യാമൻ കൂടെ ഉണ്ടായിരുന്നു, ശ്യാംകൃഷ്ണൻ. അവർക്കും ശ്യാംകൃഷ്ണനും ഇനിയും ഇതുപോലെ സത്സംഗങ്ങളിലേക്ക് എത്താനുള്ള ആരോഗ്യവും ആയുസ്സും ഐശ്വര്യവും ഭഗവാൻ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്യാമനെ അനുഗ്രഹിക്കുക. അതുപോലെ അമർനാഥ് നമുക്കെല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. അരങ്ങം അമ്പലത്തിലവിടെ എനിക്ക് പകരക്കാരനായിട്ടാണ് വന്നതെങ്കിലും യജ്ഞവേദിയിലും ഉണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. എല്ലാ അർത്ഥത്തിലും യജ്ഞത്തിൻ്റെതായിട്ടുള്ള മാറ്റുകൂട്ടാൻ വിളക്ക് അലങ്കാരങ്ങളും അല്ലെ ദീപ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് അമർനാഥ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അമർനാഥിനും യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. എല്ലാ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുകയല്ല, അമർനാഥിനെ അനുഗ്രഹിക്കാം. അതുപോലെ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നീ ആരൊക്കെയുണ്ടോ, നീ മനഃപൂർവ്വം മറന്നതല്ല, അങ്ങനെ ആരെങ്കിലും മറന്നു പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പാദങ്ങളിലേക്കും യജ്ഞപുണ്യത്തെ സമർപ്പിക്കുന്നു. ഒരു ആചാര്യൻ ആയിട്ട് പേര് അതുപോലെ ഈ ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ചിലപ്പോ പറയുമ്പോ അല്ലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ദേഷ്യം വന്നിട്ട് പറഞ്ഞു എന്നൊക്കെ ഒരു